അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്ന് അരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായി റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ ഇതേ വാക്യം എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്: ആൻഡ് വി നോ ദാറ്റ് ഇൻ ഓൾ തിങ്സ് ഗോഡ് വർക്ക്സ് ഫോർ ദ ഗുഡ് ഓഫ് ദോസ് ഹു ലവ് ഹിം ഹു ഹാവ് ബീൻ കോൾഡ് അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദവാക്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്ക് ജീവിതത്തിൽ അവർ നേരിടുന്ന സകല പ്രശ്നങ്ങളും നന്മയാക്കി തീർക്കും എന്നാണ് ഈ വാക്യം നമുക്ക് തരുന്ന വാഗ്ദാനം. ഈ വാക്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന തൻ്റെ മക്കൾക്കാണ് ദൈവം ഈ വാഗ്ദാനം തന്നിരിക്കുന്നത്. ദൈവത്തെ എപ്രകാരം നമുക്ക് സ്നേഹിക്കുവാൻ സാധിക്കും എന്ന യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 21-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. എൻ്റെ കൽപ്പനകൾ ലഭിച്ച് പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു എന്നാണ് യേശു പ്രസ്താവിച്ചിരിക്കുന്നത്. തന്നെയുമല്ല 1 യോഹന്നാൻ 5-ാം അധ്യായം 3-ാം വാക്യത്തിൽ യേശുവിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ 2 വാക്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്കുകൾ കൊണ്ട് പൗലോസ് അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന കഷ്ടതയും രോഗവും ദാരിദ്ര്യവും നിന്ദയും അപമാനവും അപകടവും എല്ലാം നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കും എന്ന് സാരം. ഇനി നാം ചിന്തിക്കുവാൻ പോകുന്നത് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ ആരാകുന്നു എന്നാണ്. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർ എന്നതിനെ അക്കോർഡിംഗ് ടു ഹിസ് പർപ്പസ് എന്നാണ് ഇംഗ്ലീഷ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി, ദൈവത്തിൻ്റെ പ്ലാൻ ആൻഡ് പർപ്പസിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്ന സകല വ്യക്തികൾക്കും ഉള്ള വാഗ്ദാനമാണ് അവരുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ ദൈവനാമ മഹത്വത്തിനായി തീരും എന്നത്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നുവെന്ന് 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മെ അന്ധകാരത്തിൽ നിന്നും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനായ ദൈവത്തെങ്കിലേക്ക് കർത്താവായ യേശു ക്രിസ്തു വിളിച്ചു ചേർത്തു എന്നാണ്. ആ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അവൻ്റെ ഗുണങ്ങളെക്കുറിച്ചും അന്ധകാരത്തിൽ പാപത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളോട് വിളിച്ചറിയിക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ആവശ്യം. അതാണ് ദൈവത്തിൻ്റെ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം. ദൈവത്തിൻ്റെ സ്നേഹനിമിത്തം അവൻ നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനായ പുത്രനെ തന്നു. അവൻ നമുക്ക് വേണ്ടി അനുഭവിച്ച കഷ്ടതകൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണെന്ന് പാപികളോട് വിളിച്ചറിയിക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ വരുന്ന സകല പ്രശ്നങ്ങളും നന്മയ്ക്കായി ദൈവം കൂടി വ്യാപരിപ്പിക്കും എന്നാണ് റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യത്തിൽ കൂടി ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. നാം ഹൃദയപൂർവ്വം അന്യോന്യം മുറ്റു സ്നേഹിക്കണമെന്നാണ് 1 പത്രോസ് 2-ാം അധ്യായം 22-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്രകാരം തമ്മിൽ നാം ഉറ്റു സ്നേഹിക്കുന്നവരാണെങ്കിൽ യേശു നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാസം ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും അതിൻ്റെ പരിഹാരം യേശു തന്നുകൊള്ളും. ജോൺ ബനിയൻ എന്ന ദൈവദാസൻ ഉദ്ദേശം 12 വർഷക്കാലം ജയിലിൽ കിടന്നു. സുവിശേഷം പ്രസംഗിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് ജയിലിൽ കിടക്കേണ്ടി വന്നത്. ഓരോ വർഷവും അദ്ദേഹം പരോളിന് അപേക്ഷ കൊടുക്കും. എന്നാൽ അപേക്ഷ കൊടുക്കുമ്പോൾ എല്ലാ സമയത്തും അധികാരികൾ പറയും, നീ ഇനി ക്രിസ്തുവിനെ പ്രസംഗിക്കുകയില്ല എന്ന് എഴുതി തന്നാൽ നിനക്ക് പരോളല്ല, സ്വതന്ത്രമായി നിന്നെ വിട്ടയക്കാമെന്ന്. ജോൺ ബനിയൻ അതിന് കൊടുക്കുന്ന മറുപടി ഇന്നുള്ള നമുക്കെല്ലാവർക്കും ഒരു വെല്ലുവിളി തന്നെയാണ്.
ഇന്നെന്നെ വിട്ടയച്ചാൽ നാളെ മുതൽ എൻ്റെ കർത്താവിനെ പ്രസംഗിക്കും, പിന്നെ ഞാനെങ്ങനെ അവനെ പ്രസംഗിക്കുകയില്ല എന്ന് എഴുതി തരുമെന്നാണ് അദ്ദേഹം ചോദിച്ചത്. അവന് പുറംലോകം കാണുവാൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും സാധിച്ചില്ല. എന്നാൽ ആ ജയിൽ ജീവിതത്തിലാണ് പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം ലോകത്തിന് ലഭിച്ചത്. ബൈബിളാണ് ലോകത്തിൽ ഏറ്റവും പ്രചാരത്തിലുള്ളതും ഏറ്റവും കൂടുതൽ ഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്നതും ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ആളുകൾ വായിച്ചിട്ടുള്ളതും. പാപികളെ മാനസാന്തരപ്പെടുത്തുന്ന ഒരേ ഒരു പുസ്തകം ബൈബിൾ മാത്രമാണ്. മരണത്തിന് ശേഷവും ജീവിച്ചിരിക്കുമ്പോഴും ആത്മഹത്യ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരെ പോലും പ്രത്യാശയാൽ നിറച്ചിട്ടുള്ള ഒരേ ഒരു പുസ്തകം ബൈബിൾ മാത്രമാണ്. ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ബൈബിൾ മാത്രമാണ്. എന്നാൽ ബൈബിൾ കഴിഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും അധികം ചിലവഴിക്കുന്ന പുസ്തകമാണ് ജോൺ ബെനിയൻ്റെ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം. ജോൺ ബെനിയൻ്റെ കഷ്ടത ദൈവം നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചു. അവൻ്റെ കഷ്ടതയും പ്രതികൂലങ്ങളും നിമിത്തം അനേകം പാപികൾ നിത്യനരകത്തിൽ നിന്നും ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയായി. ജോൺ ബെനിയൻ്റെ കാര്യത്തിൽ നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിച്ചത് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കും ആത്മാക്കളുടെ വിടുതലിനുമായിരുന്നു. കർത്താവിൽ പ്രസിദ്ധനായ ഗിൽപിൻ എന്ന ഒരു സുവിശേഷകനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഇവിടെ പ്രസ്താവിക്കുന്നു. സുവിശേഷം പ്രസംഗിച്ചതിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ലണ്ടനിലേക്ക് വിചാരണയ്ക്ക് കൊണ്ടുപോകുവാനായിട്ടായിരുന്നു അറസ്റ്റ്. അദ്ദേഹം എപ്പോഴും പറയാറുള്ള സകലതും നന്മയ്ക്കായി എന്ന വാക്കുകൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തവരെ സന്തോഷിപ്പിച്ചു. യാത്രാമധ്യേ കുതിരപ്പുറത്തു നിന്നും വീണ് അദ്ദേഹത്തിൻ്റെ കാലൊടിഞ്ഞപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്തവർക്ക് മഹാസന്തോഷമുണ്ടായി. എന്നാൽ ആ ദൈവമകൻ പറഞ്ഞു, ഈ വേദനിപ്പിക്കുന്ന അപകടം പോലും ഒരു അനുഗ്രഹമായി തെളിയുമെന്നതിൽ എനിക്ക് സംശയമില്ല. അദ്ദേഹത്തിന് വേഗം സഞ്ചരിക്കുവാൻ കഴിയാത്തതിനാൽ ആ യാത്ര നീണ്ടുപോയി. പ്രതീക്ഷിച്ചതിനേക്കാൾ ചില ദിവസങ്ങൾ വൈകിട്ടാണ് അവർ ലണ്ടനിൽ എത്തിച്ചേർന്നത്. അവർ ഹൈ ഗേറ്റിലെത്തിയപ്പോൾ നഗരത്തിലെ മണികൾ സന്തോഷത്തിൻ്റെ നാദം മുഴക്കുകയായിരുന്നു. എന്താണ് കാര്യമെന്ന് തിരക്കിയപ്പോൾ അവർക്ക് ലഭിച്ച മറുപടി, മേരി രാജ്ഞി മരിച്ചുപോയി, ഇനിമേൽ പ്രൊട്ടസ്റ്റൻ്റുകാരെ തീയിലിട്ട് ചുടുകയില്ല എന്നായിരുന്നു. ആ ദേവദാസൻ്റെ കാലൊടിഞ്ഞതും കൃത്യസമയത്ത് ലണ്ടനിൽ എത്തുവാൻ കഴിയാതിരുന്നതും ആ ദേവദാസൻ്റെ നന്മയ്ക്കായി കർത്താവ് കൂടി വ്യാപരിപ്പിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമകനെ, ദൈവമകളെ, നാം കർത്താവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സാത്താൻ്റെ അധികാരത്തിൽ നിന്നും യേശുവിൻ്റെ രക്തത്താൽ നാം വിടുതൽ പ്രാപിച്ചു. ആയതിനാൽ കർത്താവിൻ്റെ വചനം പ്രമാണിച്ച് നമുക്ക് ഈ ഭൂമിയിൽ ദൈവമക്കളായി തന്നെ തുടരാം. നമ്മുടെ ശരീരത്തിന് ഭക്ഷണം ആവശ്യമുള്ളതുപോലെ ആത്മാവിനും ഭക്ഷണം ആവശ്യമുണ്ട്. ശരീരത്തിൻ്റെ ഭക്ഷണം കൊണ്ട് ആത്മാവ് ശക്തി പ്രാപിക്കുകയില്ല. ആത്മാവിൻ്റെ ഭക്ഷണമാണ് ദൈവവചനം. ആത്മാവിൻ്റെ വെള്ളമാണ് പരിശുദ്ധാത്മാവ്. ആത്മാവിൻ്റെ ഭക്ഷണവും ആത്മാവിൻ്റെ വെള്ളവും സ്വീകരിക്കുന്ന സമയത്ത് ഒരു പക്ഷേ ശരീരം അലസത കാണിക്കും. വിഷമിക്കേണ്ട. നാം നമ്മുടെ ശരീരത്തോട് പോരാടി വചനം വായിക്കുവാനും ആത്മാവിനെ അനുസരിക്കുവാനും കൂടുതൽ ഉത്സാഹം കാണിക്കണം. കാരണം നമ്മുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അവനെ എതിരേൽക്കുവാൻ നമുക്ക് ഒരുങ്ങേണ്ടത് ഏറ്റവും ആവശ്യമാണ്. അതിനുവേണ്ടി നാം ചെയ്യേണ്ടത് ബൈബിൾ വായിക്കുകയും അതിൽ നാം അനുസരിക്കണമെന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അനുസരിക്കുകയും ചെയ്ത് ജ്യോതിഷികളെപ്പോലെ തിളങ്ങുക എന്നതാണ്. അപ്രകാരം ജീവിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ വചനം വായിക്കുവാനും ഗ്രഹിക്കുവാനും അതിന് പ്രകാരം ജീവിക്കുവാനും മടിയനെ കേൾക്കുന്ന അങ്ങയുടെ മക്കൾക്കും കൃപ തരണമേ. സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് ഞെരുക്കം മാറ്റി കൊടുക്കണമേ. വീടില്ലാത്തവർക്ക് വീട് കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അങ്ങ് ആശ്വാസം കൊടുക്കണമേ. ജഡത്തിൽ കഷ്ടത അനുഭവിപ്പാനിടവരാതെ സഹായിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.